Hi dears, it's me Musin from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓൺ എക്സാമിന് വരാൻ ചാൻസ് ഇല്ല ഓൾ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും ചോദിക്കാൻ ചാൻസ് ഇല്ല 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് the sum of first 7 terms of an arithmetic sequence is 266 and sum of first 11 terms is 638. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 266 ആണ്, ആദ്യത്തെ 11 പദങ്ങളുടെ തുക 638 ആണ്. നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ ഫോർത്ത് ടേം, ഫൈൻഡ് ദ സിക്സ്ത് ടേം, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. 4-ാം പദം കണ്ടുപിടിക്കണം, 6-ാം പദം കണ്ടുപിടിക്കണം, പൊതു വ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ നമുക്ക് 7 പദങ്ങളുടെ തുക തന്നിരിക്കുന്നു. 7 ടേംസിന്റെ സമ്മ തന്നെ നമുക്കറിയാം, ഇതിന്റെ മിഡിൽ ടേം ആണ് 4-ാമത്തെ ടേം, മധ്യപദം അല്ലെ 4-ാം പദം. അങ്ങനെയാണ് 4-ാം പദം എങ്ങനെ കാണും മക്കളെ? നമുക്കറിയാം സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, തുക ബൈ പദങ്ങളുടെ എണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് സം എത്ര തന്നിക്കണേ? 266 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ എത്ര പദങ്ങളാണ് മക്കളെ? 7 ടേംസ് അല്ലേ. അപ്പോൾ 266 ഡിവൈഡ് ബൈ 7 ഈസിക്കൽ നമുക്ക് മക്കളെ 38 എന്നിട്ട് എത്ര ആൻസർ കിട്ടും? 38. 4-ാം പദം എത്ര കിട്ടി? 38 കിട്ടി. അതേപോലെ സം ഓഫ് 11 ടേംസ്, ഫസ്റ്റ് 11 ടേംസിന്റെ സം, ആദ്യത്തെ 11 പദങ്ങളുടെ തുക എന്നാൽ അതിന്റെ മധ്യപദമാണ്, മിഡിൽ ടേം ആണ് 6-ാം പദം. അത് കാണാൻ ഇക്വേഷൻ തന്നെയാണ്, സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. അങ്ങനെയാണ് മക്കളെ എത്ര നമുക്ക് സം വന്നിരിക്കണേ? തുക 638 തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എത്ര പദങ്ങളാണ്? 11 പദങ്ങളാണ്. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 58 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും? 58 ആൻസർ കിട്ടും. അതായത് 4-ാം പദം 38 ഒന്നും കിട്ടി, 6-ാം പദം 58 ഒന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ തന്നാൽ അപ്പോൾ ഒറ്റ സംഖ്യയാണ് പദങ്ങളുടെ എണ്ണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? മധ്യപദം കണ്ടുപിടിക്കാൻ, മിഡിൽ ടേം കണ്ടുപിടിക്കാൻ കഴിയും. എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. മിഡിൽ ടേം ആണ് ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, തുക ബൈ പദങ്ങളുടെ എണ്ണം. അങ്ങനെയാണ് പൊതു വ്യത്യാസം കാണാൻ നമുക്ക് അറിയില്ല. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം. അപ്പോൾ പദവ്യത്യാസം പറഞ്ഞാൽ എന്താ വരിക? 58 മൈനസ് 38 ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം പറഞ്ഞാൽ 6 മൈനസ് 4 ഈസിക്കൽ ടു 58 38 കുറച്ച് നമുക്കറിയാം 20 ആണ്. ഡിവൈഡ് ബൈ 6 മൈനസ് 4 പറഞ്ഞാൽ 2 ഈസിക്കൽ എത്ര കിട്ടും? നമുക്ക് 10 എന്ന് ആൻസർ കിട്ടും. പൊതു വ്യത്യാസം എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യണം മക്കളെ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle. ചിത്രത്തിൽ O എന്താണ്? വൃത്ത കേന്ദ്രമാണ് തന്നിട്ടുണ്ട്. ആംഗിൾ ABO is equal to 40 ഡിഗ്രി തന്നിട്ടുണ്ട്. BAC is equal to എത്ര തന്നിരിക്കുന്നു? 20 ഡിഗ്രി തന്നിരിക്കുന്നു. ഇനി ഫസ്റ്റ് ചോദിച്ചത് ആംഗിൾ OAB എത്രയെന്നാണ് മക്കളെ. OAB പറഞ്ഞ ഈ ആംഗിൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം OAയും OBയും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അങ്ങനെയാണ് ഇതൊരു ഐസോസിലസ് ട്രയാംഗിൾ ആവില്ലേ, സമപാർശ്വ ത്രികോണം ആവില്ലേ. അങ്ങനെയാണ് 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും, 2 വശങ്ങളും തുല്യമായിരിക്കും, 2 കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്കിത് 40 ആണെങ്കിൽ ഇത് 40 ഡിഗ്രി എന്ന് എഴുതി കൂടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടി മക്കളെ? 40 ഡിഗ്രി എന്ന് കിട്ടി. എത്ര കിട്ടി നമുക്ക്? 40 ഡിഗ്രി. അടുത്തത് നമ്മളോട് AOB പറഞ്ഞ ഈ ആംഗിൾ അല്ലേ കാണാൻ പറഞ്ഞിരിക്കണം മക്കളെ. അതെങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം 150 വരിക, ടോട്ടൽ നമുക്കറിയാം 180 ആണ്. 180 മൈനസ് ഇത് രണ്ടും കൂട്ടി എത്ര മക്കളെ? 80 അല്ലേ. അപ്പോൾ 180 80 കുറച്ച് എത്ര വരും? 100 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഒരു ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര മക്കളെ? മൊത്തം 150 നമുക്കറിയാം. അപ്പോൾ അത് 150 ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ 80. അപ്പോൾ 150 80 കുറച്ചാൽ 100 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത നമ്മളുടെ ACB ഈ ആംഗിൾ കാണാൻ പറഞ്ഞ മക്കളെ. ഇത് ശ്രദ്ധിച്ചിട്ടോ മക്കളെ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാവും, എല്ലാവരും ഒരേപോലെ ആൻസർ ചെയ്തൂല. നിങ്ങൾ എഴുതിയത് 100 ആണെങ്കിൽ സാർ ഇത് 80 ആണ്, അങ്ങനെ എഴുതിയത് മക്കളെ. നമുക്കൊരു സൈക്ലിക് കോർഡിനേറ്റർ ചക്രീയ ചതുർഭുജ ആണെങ്കിലുള്ളൂ എതിർ കോണുകൾ കൂട്ടുമ്പോൾ 150 ഡിഗ്രി ഇട്ടാൽ. ഇതൊരു ചക്രീയാണോ? അല്ല. എല്ലാ മൂലകളും വൃത്തത്തിന്മേ അല്ല, ഓൾ വെർട്ടീസസ് എവിടെ അല്ല, ഓൺ ദ സർക്കിൾ അല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ, നമുക്ക് ബാക്കി ഒരു സർക്കിളിന്റെ ഒരു വൃത്തത്തിന്റെ മൊത്തം ആംഗിൾ, മൊത്തം കോൺ എത്ര ആക്കണം? സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ 360 ഡിഗ്രി അറിയില്ലേ. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ബാക്കി എത്ര വരും മക്കളെ? ഇത് 100 ആണെങ്കിൽ ബാക്കി 260 ഡിഗ്രി എന്ന് വരും. എത്ര കിട്ടും? മൊത്തം 360 ആണെങ്കിൽ ഇത് 100 ആണെങ്കിൽ ബാക്കി 260 ഡിഗ്രി കിട്ടും. ഇത് 260 ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ മക്കളെ നമ്മളത് കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പോൾ ഇത് 260 ആണെങ്കിൽ ഇതിന്റെ പകുതി ഇവിടെ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വരും മക്കളെ? 260 ബൈ 2 നമുക്ക് എത്ര കിട്ടും? 130 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ വേണം ചെയ്യാൻ. എല്ലാ മക്കളും നേരെ പോയി 80 എഴുതി വെക്കും, അങ്ങനെ എഴുതി വെച്ച് തെറ്റിക്കരുത് മക്കളെ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലാസ്റ്റ് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആംഗിൾ CBA പറഞ്ഞ് ഈ കോൺ എത്രയാണ്? അപ്പോൾ നമുക്കത് മൊത്തം 150 അടിയിൽ ABC പറഞ്ഞ ട്രയാംഗിൾ എന്താ പറയുക, ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര കാരം? സം ഓഫ് ഇന്ത്യൻ ആംഗിൾസ് 180 അടിയിൽ. അപ്പോൾ ഇത് 3 കൂട്ടുമ്പോൾ 150 കിട്ടണം. അപ്പോൾ 150 ഇത് 2 കൂട്ടിയത് കുറച്ചാൽ മതിയില്ലേ. അതായത് 180 മൈനസ് 130 20 കൂട്ടി നമുക്കറിയാം 150 ആണ്. ഈസിക്കലി എത്ര കിട്ടും മക്കളെ? നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും? നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും ഈ കോൺ. അപ്പോൾ മക്കളെ ഇമ്പോർട്ടൻ്റ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് സം ടു n ടേംസ് ഓഫ് ആൻ
അരിതമെറ്റിക് സീക്വൻസ് ഈസ് 2n² + 3n. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എത്ര തന്നിക്കണു? 2n² + 3n തന്നിക്കണു. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ ഫസ്റ്റ് ടേം ആദ്യ പദം, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, ആൽജിബ്ര എക്സ്പ്രഷൻ, അതായത് ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയണം സമ്മിന്റെ ജനറൽ ഫോം, പൊതുവായ രൂപം എന്താ മക്കളെ? Sn = Pn² + Qn ആണ്. എന്താണ് പൊതുവായ രൂപം? Sn = Pn² + Qn. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ 2p ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? 2 × p ചെയ്താൽ മതി. അതേപോലെ ഫസ്റ്റ് ടേം ആദ്യ പദം കാണാൻ p + q ചെയ്താൽ മതി. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി, വേറെ സീനൊന്നുമില്ല. അങ്ങനെ നമുക്ക് സമ്മിന്റെ ജനറൽ ഫോം, പൊതുവായ രൂപം എത്ര തന്നിക്കണേ? 2n² + 3n അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ മക്കളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് p എത്രയെന്ന് എഴുതി വെക്കുക, q എത്രയെന്ന് എഴുതി വെക്കുക. p പറഞ്ഞ n² കൂടെ നമ്പർ, ഇവിടെ p എത്രയാണ്? 2 ആണ്. q പറഞ്ഞ n കൂടെ നമ്പർ, ഇവിടെ n കൂടെ എത്ര മക്കളെ? 3 ആണ്. അപ്പോൾ നമ്മൾ p 2 എന്ന് എഴുതി, q എത്ര എഴുതി? 3 എന്ന് എഴുതി. ഇനി ഫസ്റ്റ് കാണാൻ പറഞ്ഞത് ആദ്യ പദം, ഫസ്റ്റ് ടേം എന്താ ചെയ്യുക? p + q ചെയ്താൽ മതി. അപ്പോൾ p എത്ര മക്കളെ? 2 ആണ്. + q എത്രയാണ്? 3 ആണ്. ഈസിക്കൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം ആദ്യ പദം. ഇനി അടുത്ത കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യേണ്ടത്? 2 × p ചെയ്താൽ മതി. അതായത് 2 × ഇവിടെ p എത്ര മക്കളെ? 2 അല്ലേ? 2 × 2 ഈസിക്കൽ എത്ര കിട്ടും? 4 എന്ന് ആൻസർ കിട്ടും. അടുത്തത് ബീജഗണിത രൂപം എഴുതാൻ, ആൽജിബ്ര എക്സ്പ്രഷൻ ചെയ്താൽ കാണാൻ ഇക്വേഷൻ എന്താ മക്കളെ? dn + f - d എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ d നമ്മൾ കണ്ടുപിടിച്ച് 4 ആണ്. 4n + ഫസ്റ്റ് ടേം എത്ര മക്കളെ? 5 അല്ലേ? 5 - 4 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 4n + 1 എന്ന് കിട്ടും. ബീജഗണിത രൂപം എത്ര കിട്ടി? 4n + 1 കിട്ടി. മക്കളെ ഇത് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിട്ട് അത്ര ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു ഓൺ എക്സാമിന് 4 മാർക്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കട്ടെ മക്കളെ. അങ്ങനെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ ശ്രദ്ധിച്ചോ. ഇൻ എ സ്കൂൾ ദർ ആർ 20 ഗേൾസ് ആൻഡ് 25 ബോയ്സ് ഇൻ മാത്സ് ക്ലബ്ബ്. ഒരു സ്കൂളിൽ മാത്സ് ക്ലബ്ബിൽ എത്ര കുട്ടികളുണ്ട്? 20 പെൺകുട്ടികളുണ്ട്, 25 ആൺകുട്ടികളുണ്ട്. അതേപോലെ ഇൻ സയൻസ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബിൽ 35 ഗേൾസ്, 35 പെൺകുട്ടികളുണ്ട്, 15 ബോയ്സ്, 15 ആൺകുട്ടികളുണ്ട്. നമ്മൾ ഫസ്റ്റ് ചോദിച്ചു വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും പെൺകുട്ടിയാവാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു. അടുത്ത വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ആൺകുട്ടിയാവാനുള്ള സാധ്യത എത്ര ചോദിച്ചു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്? ഒന്നെങ്കിലും ആൺകുട്ടിയാവാനുള്ള സാധ്യത. അപ്പോൾ മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ മക്കളെ. ഈ ഒരു ഓൺ എക്സാമിന് നിങ്ങൾ 4 മാർക്സിന് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും മക്കളെ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോടാ. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ മക്കളെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 ബോക്സ് വരയ്ക്കുക. ആദ്യം മാത്സ് ക്ലബ്ബിൽ എത്ര കുട്ടികളാണ്? 20 പെൺകുട്ടികൾ, 25 ആൺകുട്ടികൾ, ടോട്ടൽ 45 കുട്ടികളുണ്ട്. അതേപോലെ സയൻസ് ക്ലബ്ബിൽ എത്ര കുട്ടികളുണ്ട്? 35 പെൺകുട്ടികളും 15 ആൺകുട്ടികളും, ടോട്ടൽ 50 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതണം മക്കളെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്, ആകെ ജോഡികളുടെ എണ്ണം എഴുതണം. ആകെ ജോഡികളുടെ എണ്ണം സിമ്പിളാണ് മക്കളെ. ആദ്യത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ മാത്സ് ക്ലബ്ബിൽ എത്ര കുട്ടികളുണ്ട്? 45 ഇൻറ്റു സയൻസ് ക്ലബ്ബിൽ എത്ര കുട്ടികളുണ്ട്? 50. ഈ സിഗലിൽ നിങ്ങൾക്ക് മക്കളെ 2250 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും നമുക്ക്? 2250 എന്ന് കിട്ടും. നമ്മൾ ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും പെൺകുട്ടികളുടെ സാധ്യത മക്കളെ സിമ്പിളാണ്. എത്ര ഉള്ളൂ? ആദ്യത്തെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് നോക്കുക. ആദ്യത്തെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളാണ്? 20 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? രണ്ടാം ക്ലാസ്സിൽ എത്രയാണ്? 35 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. എപ്പോഴും താഴെ നമ്മൾ എഴുതേണ്ടത് ആകെ ജോഡികളുടെ എണ്ണമാണ്. അപ്പോൾ 2 പെൺകുട്ടിയാണ് നമ്മൾ എന്താ ചെയ്തത്? ആദ്യത്തെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് നോക്കി, ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്. അപ്പോൾ ആണെങ്കിൽ മക്കളെ 20 × 35 നമുക്ക് എത്ര അറിയാം? 700 എന്ന് അറിയാം. ഡിവൈഡഡ് ബൈ 2250 എന്ന് ആൻസർ കിട്ടും. ബോത്ത് ഗേൾസ് എത്ര കിട്ടി? 700 ഡിവൈഡ് ബൈ 2250. അടുത്ത ബോത്ത് ബീയിങ് ബോയ്സ്, രണ്ടും ആൺകുട്ടിയാവുള്ള സാധ്യത എന്താ ചെയ്യുക? ആദ്യത്തെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ മക്കളെ 25 ആൺകുട്ടികളുണ്ട്. മാത്സ് ക്ലബ്ബിൽ എത്ര ആൺകുട്ടികളുണ്ട്? 25 ഇൻറ്റു രണ്ടാമത്തിൽ എത്ര മക്കളെ? 15 ആൺകുട്ടികളുണ്ട്. സയൻസ് ക്ലബ്ബിൽ 15 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പേഴ്സാണ്? 2250. ഈ സിഗൽ 25 × 15 പറഞ്ഞ മക്കളെ 20 × 15 എത്ര വരും? എത്ര വരും മക്കളെ? 20 × 15 പറഞ്ഞാൽ 300, 375 എന്ന് വരും. 375 ഡിവൈഡ് ബൈ എത്ര വരും? 2250 എന്ന് വരും. അപ്പോൾ ബോത്ത് ബീയിങ് ബോയ്സും ഗേൾസും കാണാൻ സിമ്പിളാണ് മക്കളെ, ഒരു പണിയില്ല. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ് അടുത്ത മക്കളെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിലും ആൺകുട്ടിയാവാനുള്ള സാധ്യത പറഞ്ഞ മക്കളെ നമുക്ക് ഈ 2 ക്ലാസ്സിന് കൊടുക്കുമ്പോൾ ഒന്നെങ്കിലും ആൺകുട്ടിയാവണം. ഒന്നെങ്കിലും ആൺകുട്ടിയാവണം, നമുക്ക് 2 ആൺകുട്ടിയാവാം. ഒന്നെങ്കിലും ആൺകുട്ടി, ഏതെങ്കിലും 2 ക്ലാസ്സിന് ഓരോ കുട്ടികൾ എടുക്കുമ്പോൾ ഒന്നെങ്കിലും ഏതെങ്കിലും ഒന്ന് ആൺകുട്ടിയാവണം പറഞ്ഞ് 2 ആൺകുട്ടിയാവാം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാവാം, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാവാം. ഇങ്ങനെ 3 കേസിൽ എടുത്താലും നമുക്ക് എന്താവും? അറ്റ്ലീസ്റ്റ് 1 ബോയ് ഒന്നെങ്കിലും ആൺകുട്ടിയാവും. പക്ഷേ 2 പെൺകുട്ടിയാവാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് 1 ബോയ് ഒന്നെങ്കിലും ആൺകുട്ടിയാവാൻ പറഞ്ഞാൽ നമുക്ക് 2 പെൺകുട്ടികളെ എടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ എത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് 1 ബോയ്
ബോയ് പറഞ്ഞാൽ ടോട്ടൽ പേയേഴ്സിന് ബോത്ത് ഗേൾസിനെ ഒഴിവാക്കുക. എന്താ ചെയ്യേണ്ടത്? ആകെ ജോഡികൾ എണ്ണത്തിന് എത്രയാണ് ബോത്ത് ഗേൾസ്? 2 പെൺകുട്ടിയാവാൻ പറ്റൂല. എന്താ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒന്നെങ്കിലും ആൺകുട്ടിയാവാൻ പറഞ്ഞ് 2 പെൺകുട്ടിയാവാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്രയുള്ളൂ മക്കളെ. ടോട്ടൽ പേയേഴ്സിന് 2250 ബോത്ത് ഗേൾസ് ആവല്ലോ, അതുകൊണ്ട് കൊടുക്കുക. ബോത്ത് ഗേൾസ് ആവില്ല, 2 പെൺകുട്ടിയാവുള്ളത് എത്രയാണ്? 700 ആണ്. ഡിവൈഡ് ബൈ താഴെ എപ്പോഴും നമ്മൾ എന്താ ചെയ്താൽ 2250 ഈസിക്കൽ 2250 700 കുറച്ച് നമുക്ക് 1550 കിട്ടും. ഡിവൈഡഡ് ബൈ 2250 ആൻസർ കിട്ടും മക്കളെ. അപ്പോൾ ഇത്ര ഉള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ് ടോട്ടൽ പേയേഴ്സിന് എന്ത് കൊടുക്കുക? ബോത്ത് ഗേൾസ് കൊടുക്കുക. സെറ്റാണോടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോട്ടോ മക്കളെ. നമ്മളോട് പറഞ്ഞത് ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 7, 9, 11 എക്സെട്ര സ്റ്റാർട്ടിംഗ് ഫ്രം മസ്റ്റ് ബി ആഡഡ് ഗെറ്റ് ടു സം 280. അതായത് 7, 9, 11 എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യം മുതൽ തുടങ്ങുന്ന എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 280 ലഭിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ മക്കളെ ആദ്യം സമ്മിൻ്റെ ജനറൽ ഫോമിക്ക് നമ്മൾ എത്തിക്കണം. ഓക്കെ, അങ്ങനെയാണ് സമ്മിൻ്റെ ഇക്വേഷൻ എന്താ? തുകാണൽ ഇക്വേഷൻ എന്താണ്? n/2 × x1 + xn ആണ്. ഓക്കെ, ഇതിൽ എന്നിന് മാത്രം വാല്യൂ എടുക്കേണ്ട, ബാക്കി എല്ലാത്തിനും വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യ പദം 7 ആണെന്ന് അറിയാം, പൊതു വ്യത്യാസം 2 എന്ന് അറിയാം. ഇനി നമുക്ക് എന്തും കാണണം, xn കാണണ്ട. xn ആണ് ഇക്വേഷൻ എന്താണ്? dn + f - t. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2n + 7 - 2 ആണ് 2n + 5 എന്നിട്ട് ഇനി നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് മക്കളെ എന്നിന് വാല്യൂ കൊടുക്കിയത് എന്നെ അതേപോലെ എഴുതി വെക്കുക. x1 ആദ്യ പദം എത്രയാണ്? 7 + xn നമ്മൾ കണ്ടുപിടിച്ചു 2n + 5 ആണ് ഈസിക്കൽ ടു n/2 × ഞാൻ ഇനി ചെയ്യുന്നത് മക്കളെ 2n ആദ്യം എഴുതുകയാണ്. 2n ആദ്യം എഴുതുക പ്ലസ് 7 + 5 പറഞ്ഞാൽ എത്ര വരും? 12 എന്ന് വരും. ഇനി ആ മക്കളെ എല്ലാ മക്കൾക്കും ഡൗട്ട് വരുന്ന സ്റ്റെപ്പ് ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോട്ടോ. Sn ഈസിക്കൽ ടു എന്നിനെ ഇവിടെ വെക്കുകയാണ്. ഇവിടെ n/2 ഇല്ലേ, ഈ /2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടെ 2n ഉണ്ട്, 2n/2 എന്ന് വരും, പ്ലസ് എന്ത് വരും? 12/2 എന്നും വരും. ഈസിക്കൽ ടു മക്കളെ n × 2n വന്ന എന്താ? 2n/2 ആണ്, 2 × 2 കട്ടായി പോകും. 12/2 ബാക്കി എന്താ ഉണ്ടാവും? അവിടെ n ഉണ്ടാവും, പ്ലസ് 12/2 പറഞ്ഞാൽ നമുക്കറിയാം 6 ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? n × n + 6 എന്ന് കിട്ടും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n × n പറഞ്ഞാൽ നമുക്ക് n² എന്ന് വരും, പ്ലസ് n × 6 പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 6n എന്ന് വരും. അതായത് സമ്മ് തുക എത്ര കിട്ടി? തുകയുടെ ബീജഗണിത രൂപം, അതായത് സം ഓഫ് n ടേംസ് എത്ര കിട്ടി? n² + 6n കിട്ടി. ഇനി നേരെ നമുക്ക് സമ്മ് എത്ര തന്നിക്കണേ? 250 അല്ലേ? എത്ര കൂട്ടിയാലേ 250 കിട്ടുകയെന്നല്ലേ ചോദിച്ചാൽ അത് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് Sn സമ്മ് 250 തന്നിക്കണു. നമ്മൾ ജനറൽ ഫോം ബീജഗണിത രൂപം എത്ര കണ്ടുപിടിച്ചു? സമ്മിൻ്റെ ജനറൽ ഫോം n² + 6n കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം ഡിഗ്രി സമവാക്യത്തേക്ക് എത്തണേ. അപ്പോൾ നമുക്കിത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ n² + 6n = 250 കിട്ടും. ഇനി നമുക്കിത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്തൂടെ? വർഗ്ഗത്തിക്ക് ചെയ്തൂടെ? എന്താ ചെയ്യുക? എന്നിൻ്റെ കൂടെ ഏതാ നമ്പർ? 6, അതിൻ്റെ പകുതി 3, 3² ഇക്വേഷൻ എപ്പോഴത്തും അപ്പുറത്തെ ആഡ് ചെയ്യുക. അങ്ങനെയാണ് മക്കളെ ശ്രദ്ധിച്ചോളാം. n² + 6n + 3ൻ്റെ സ്ക്വയർ അല്ലേ ഇവിടെ ആഡ് ചെയ്യുക? 3² = 280 + 3² പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. ഇനി ഇതിനെ ചെറുതാക്കി എഴുതുമ്പോൾ n² n എടുക്കും, 3² 3 എടുക്കും. ഫസ്റ്റ് ചിഹ്നം പ്ലസ് അല്ലേ? n + 3² = 280, 9 കൂട്ടിയാൽ 289 കിട്ടും. ഇനി നമ്മൾ സ്ക്വയറിനെ നേരെ അപ്പുറത്ത് കൊണ്ടുപോകാം മക്കളെ. അങ്ങനെയാണെങ്കിൽ n + 3 = √289 എന്ന് കിട്ടും. അതായത് n + 3 = എത്ര കിട്ടും? 17 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ n എന്താ വരിക മക്കളെ? 17 ഇവിടെ ഉണ്ട്, +3 അങ്ങോട്ട് പോകുമ്പോൾ -3 നമുക്ക് എത്ര കിട്ടും മക്കളെ? 14 എന്ന് ആൻസർ. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 14 പദങ്ങൾ കൂട്ടിയ സം എത്ര കിട്ടും? 250 കിട്ടും. ആദ്യത്തെ 14 ടേംസ് ആഡ് ചെയ്ത സം എത്ര കിട്ടും? 280 കിട്ടും. ഇങ്ങനെ വേണം മക്കളെ ചെയ്യാൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മക്കളെ. 4 മാർക്സിന് ഈ ഓൺ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് മതിയോ? എല്ലാ ക്വസ്റ്റ്യൻസും വേണ്ട, 4 മാർക്സിൻ്റെ മാത്രം മതിയോ? അല്ലല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യം എപ്പോൾ വരണം മക്കളെ? രാത്രി നമ്മൾ ലൈവ് ഉണ്ട്, കൃത്യം 7:15 നമ്മളെ ലൈവ് ഉണ്ട്. ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും റിവിഷനും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ലൈവാണ്. അപ്പോൾ എന്തായാലും മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ കൂട്ടി കറക്റ്റ് ടൈമിൽ ലൈവിന് വരിക. അപ്പോൾ നമുക്ക് കറക്റ്റ് ലൈവിന് കാണട്ടെ മക്കളെ. ബൈ ബൈ.